പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ,
സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വചനം നമുക്ക് നിർദ്ദേശം എന്താ അറിയാമോ? നിങ്ങൾ നിങ്ങളുടെ ആവശ്യ സമയത്ത് വാഗ്ദാന പേടകത്തെ സമീപിക്കണം. പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു, പുതിയ നിയമത്തിൽ അങ്ങനെയാണ്. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടക ഈശോ തന്നെയാണ്. അപ്പോൾ ഈശോ സമീപിക്കണം. ഈശോ സമീപിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് ഞാൻ ഈ വരുന്ന 10 ദിവസങ്ങൾ പറയാൻ പോണത്. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം അതിൻ്റെ അടിസ്ഥാന വചനം ഏതാണ്? ഹെബ്രായർ 4:16 വായിച്ചേ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പോൾ വേണ്ട സമയത്ത് നമുക്ക് എന്താണ്? കരുണ കിട്ടണം. പിന്നെ എന്ത് കിട്ടണം? കൃപ കിട്ടണം. അപ്പോൾ ഈ കരുണയ്ക്ക് വേണ്ടിയാണ് നമ്മൾ മാതാവിനെ, ദൈവത്തിൻ്റെ കരുണ നമുക്ക് കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഈ ഉടമ്പടിക്കാരെ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് ഈ 10 ദിവസം പറയണത്. 4:16 ഹെബ്രായർ. എന്താ അത് പറയണത്? വേണ്ട സമയത്ത് കരുണയും കൃപാവരവും പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ കരുണയുടെ സിംഹാസനത്തെ സമീപിക്കാൻ പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് 2 കൊറിന്തോസ് 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ഇപ്പം എൻ്റെ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, 8855 വാഗ്ദാനങ്ങളാണ് ദൈവം മനുഷ്യർക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഈ സകല വാഗ്ദാനങ്ങളിൽ A to Z കാര്യങ്ങളുണ്ട്. കൃപയുടെ സിംഹാസനം എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മുഴുവൻ വാഗ്ദാനങ്ങൾ 4000 കൊല്ലമെടുത്ത് വെളിപ്പെടുത്തിയ ദൈവവചനത്തിലെ 8855 വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങളെല്ലാം ക്രിസ്തുവിൽ എന്താണ്? അതേ തന്നെയാണ്. അപ്പം ക്രിസ്തുവിനെ നമ്മൾ ഈ ദിവസം നോക്കാൻ പോണത് എന്താണ്? ക്രിസ്തുവിനെ, സകല വാഗ്ദാനങ്ങളുടെയും സിംഹാസനമായ ക്രിസ്തുവിനെ സമീപിക്കുന്ന ഓരോ ദിവസവും നമ്മൾ ഓരോ വഴികളാണ് അവലംബിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് വിശ്വാസത്തോടെ കർത്താവിനെ സമീപിക്കുക. അപ്പോൾ വാഗ്ദാന പേടകം നിലയിലെ ഹെബ്രായർ 11:6 വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന വഴികൾ എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ അതിനുവേണ്ടി ഉടമ്പടി ഉപയോഗിക്കുന്നത് എന്താണ്? ദൈവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഉടമ്പടി ഉപയോഗിക്കുന്നത് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. അതൊരു ദൈവാന്വേഷണമാണ്. പിന്നെ എന്താണ് കാര്യം? അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിശ്വാസം ജനിക്കും, വളരും നമ്മുടെ വിശ്വാസം. പിന്നെ നമ്മൾ ആതുര സേവനം ചെയ്യും. ഇന്നലെ എന്ത് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരു ദിവസം 50 പൊതിച്ചോറ് എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കി രോഗികൾക്ക് കൊടുക്കും. എല്ലാ ദിവസവും അത് ചെയ്യണില്ല അവർ. എല്ലാ ദിവസവും ചെയ്താൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ലല്ല. ചിലപ്പോൾ അല്ലെങ്കിൽ അത്ര കോടീശ്വരന്മാരായിരിക്കണം നമ്മൾ. അങ്ങനെയല്ല. അവർ പറയണത്, എനിക്കൊരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 50 പൊടി പൊതിച്ചോറ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പക്ഷേ ഇത് ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? ഉടമ്പടിയിൽ ഈ പറഞ്ഞ വചനമാണ്. എന്താണ്? 11:6 ഒന്നിന് വായിച്ചേ. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വിശ്വാസം. അപ്പോൾ ഇപ്പം ഇതിൻ്റെ വിഷയം വിശ്വാസത്തെ നമ്മൾ
പ്രവൃത്തി കൂടെ അതിനെ ചേർക്കുകയാണ്. യാക്കോബ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യാക്കോബ് 2:17 പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അതെ. അപ്പം നമ്മളെ ചില വിശ്വാസം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചുമ്മാ വിശ്വസിക്കുക, ഞങ്ങൾക്ക് വിശ്വസിക്കുക മാത്രം ചെയ്യും. പക്ഷേ ആ വിശ്വാസം തന്നെ 2 തരമുണ്ട്. സജീവ വിശ്വാസമുണ്ട്, നിർജീവ വിശ്വാസമുണ്ട്. ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് പാരമ്പര്യമായിട്ടുള്ള നിർജീവ വിശ്വാസമല്ല, സജീവ വിശ്വാസമാണ്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് പ്രേക്ഷിത പ്രവർത്തനമുണ്ട്, ഇല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് അതിൽ ആതുര സേവനമുണ്ട്, വചന വായനയുണ്ട്. ഇതെല്ലാം ഈ ഹെബ്രായർ 11:6 അനുസരിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കാനുള്ള വഴികളാണ്. അതൊരു വായിച്ചേ. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന വഴികളാണ് ഉടമ്പടിയിലുള്ള പരസ്യ പ്രവർത്തികളും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും വചന വായനയും അതിൻ്റെ ഉള്ള എല്ലാ ആത്മീയ അഭ്യാസങ്ങൾ. അപ്പോൾ ആ ഒരു ദൈവാന്വേഷണമാണെന്നുള്ള ബോധത്തിൽ വേണം നമുക്കത് ചെയ്യാൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സെബാസ്റ്റ്യൻ വിവ്യൻ റോച്ച്. ഞാൻ കോട്ടപ്പുറം രൂപതയിലെ അരിപ്പാലം തിരുഹൃദയ ദേവാലയത്തിലെ ഒരു ഇടവകമാണ്. ഞാൻ കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണ്. ഞാനൊരു അധ്യാപകനാണ്. കാഴ്ചയില്ലാത്ത വ്യക്തിയിൽ നിന്ന് അധ്യാപകന എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ദൈവകൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്. ആദ്യമേ തന്നെ ഈ നമ്മുടെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യമായ അൽത്താരയിൽ ഈ ബലഹീനരായ ഞങ്ങളെ സാക്ഷ്യം പറയാൻ ഒരവസരം തന്നതിന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തോട് കോടാനുകോടി നന്ദി പറയുന്നു. ഒപ്പം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൃപാസന മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2025 ജാനുവരി 15 അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ വെറുതെ പുറത്തുനിന്ന് പ്രാർത്ഥിച്ച് ഞാൻ തിരുവനന്തപുരത്ത് പോകുന്ന സമയത്ത് എൻ്റെ മമ്മി പറഞ്ഞു ഇവിടെ കൃപാസനമുണ്ട്, നമുക്കൊന്ന് പ്രാർത്ഥിച്ച് പോകാമെന്ന് പറഞ്ഞു. 15 ജാനുവരി കഴിഞ്ഞ വർഷം 15 വന്ന് പ്രാർത്ഥിച്ച് പുറത്തിരുന്ന് പ്രാർത്ഥിച്ച് പോയി. അതിനുശേഷം എനിക്കൊരു മമ്മിക്കും എനിക്കൊക്കെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉടമ്പടി എടുക്കുന്നു. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞിരുന്നു ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി ആദ്യമായിട്ട് മാർച്ച് 9 എടുക്കുന്നത് 2025. ആ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് എന്താ പറയുക പാപാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ സുഹൃത്തുക്കളായിട്ട് വളരെ ഒക്കേഷണലായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ ഓൺലൈൻ ഉടമ്പടി മാർച്ച് 9 ഓൺലൈൻ ഉടമ്പടി എടുത്ത ശേഷം അതിനെടുക്കണ മുമ്പ് ഞാൻ മമ്മിനോട് പറഞ്ഞു, മമ്മി ഞാൻ ഇന്ന് മുതൽ ഈ മദ്യപാനം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയാണ്. ഞാൻ അങ്ങനെ ആ കണ്ടീഷൻസ് എന്നെക്കൊണ്ട് പാലിക്കാൻ പറ്റുന്നത്രത്തോളം പാലിച്ച് മാർച്ച് 9 ഓൺലൈൻ ഉടമ്പടി എടുത്തു. എന്നാലും ഞങ്ങളുടെ മനസ്സിൽ തീർത്ഥാടക ഉടമ്പടി എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ വിചാരിച്ചു വെക്കേഷന് വന്നിട്ട് ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ പക്ഷേ എൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ ബലഹീനനായ ഒരു വ്യക്തിയാണ്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു വെച്ചാൽ എന്നെപ്പോലത്തെ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എന്നെ ആര് ഹെൽപ്പ് ചെയ്യും അങ്ങനെ വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് എൻ്റെ അയൽവാസിയായിട്ടുള്ള ഞാൻ പഠിച്ച സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ജീന ടീച്ചർ ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, മോനെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ നിൻ്റെ കൂടെ വരാം. അങ്ങനെ ജീന ടീച്ചർ ഇവിടെ ഇരിപ്പുണ്ട്. ജീന ടീച്ചർ വളരെ സന്തോഷത്തോടെ എൻ്റെ കൂടെ വന്ന് എനിക്ക് ഉടമ്പടിക്ക് പൂരിപ്പിക്കേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉടമ്പടി ക്ലാസ് കൂടുന്ന സമയത്ത് അവിടെ എന്നെ സ്റ്റെപ്സ് കയറി കൊണ്ടുപോലും എല്ലാ കാര്യങ്ങളും ടീച്ചറാണ് ചെയ്തത്. അങ്ങനെ
ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 6 നിയമങ്ങൾ എല്ലാവരും ഇരുന്ന പോലെ എഴുതി. അങ്ങനെ ഉടമ്പടിയിലായിരുന്നു. പത്രങ്ങൾ ഞാൻ കൊടുത്തു പോന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം ലഭിക്കുന്ന അനുഗ്രഹം, ഞാൻ 3 വർഷമായിട്ട് 3 പ്രാവശ്യം സെറ്റ് എഴുതി. പക്ഷേ സെറ്റ് പരീക്ഷ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് 2026, അതായത് ഈ കഴിഞ്ഞ 2026 ഞാൻ സെറ്റ് പരീക്ഷ എഴുതാനായിട്ട് അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്ത ശേഷം ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു. അങ്ങനെ പുതുക്കുന്ന സമയത്ത് അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ചു. അച്ഛനെ എനിക്ക് കാശ് രൂപം തന്നു. അത് കഴുത്തിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നത്. ഞാൻ സത്യം പറഞ്ഞ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. വെറും 2 ആഴ്ചത്തെ ഒരു പഠനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കറിയില്ല എങ്ങനെ എനിക്ക് ലഭിക്കാൻ, അത് ഞാൻ പാസ്സാവുമോ എന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഫെബ്രുവരി 22 സെറ്റ് പരീക്ഷ എഴുതാൻ പോവുകയാണ്, വളരെ ടെൻഷനോടെ. പക്ഷേ എനിക്കുള്ളൊരു ബലം എന്ന് പറയുന്നത് ഉടമ്പടിയിലാണ്. എൻ്റെ അമ്മ അത് എൻ്റെ ഈശോയിൽ നിന്ന് സാധിച്ചിരുന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പരീക്ഷ, സെറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ 2 പേപ്പറുണ്ട്. ആദ്യത്തെ പേപ്പർ കാലത്തും പേപ്പർ 2 ഉച്ചയ്ക്കുമാണ്. അപ്പോൾ പരീക്ഷ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഒരു സ്ക്രൈബ് ഉണ്ടാവും. പരീക്ഷ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എഴുതി തരാനായിട്ടൊരു സ്ക്രൈബ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ആ സ്ക്രൈബിനോട് പറഞ്ഞു, മോനെ പരീക്ഷ തുടങ്ങുന്ന സമയത്ത് എന്നോട് പേപ്പർ കിട്ടുന്ന സമയത്ത് ആൻസർ പേപ്പർ കിട്ടുന്ന സമയത്ത് എന്നോടൊന്ന് പറയണം. അപ്പം ഞാൻ പരീക്ഷ തുടങ്ങുന്ന മുമ്പ് വിശുദ്ധ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് ഹാളിലേക്ക് കയറിയാണ് വിശ്വാസപ്രമാണം ചൊല്ലി. ആ വിശുദ്ധ തൈലം എടുത്ത് ആൻസർ ഷീറ്റിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. ഞാൻ എന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നതും അത് അച്ഛനെപ്പോഴും പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു തിരുവചനമാണ് റോമ 10:9. അത് ഞാൻ എൻ്റെ കുടുംബത്തിലും എല്ലാവരോടും ആവർത്തിച്ച് അവരെല്ലാ ദിവസവും ചെല്ലുന്ന ഒരു വചനമാണ്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ 2 സെഷനിലും 2 പേപ്പറിലും ഞാൻ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പേപ്പറിൽ കുരിശ് വരച്ച്, മാതാവേ ഇത് മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്, ഇത് കർത്താവിന് കൊടുത്തിട്ട് എനിക്ക് വിജയിക്കാൻ പറ്റുന്ന മാർക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സെറ്റിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നു, താൽക്കാലിക ആൻസർ കീ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ വൈഫ് അത് കൂട്ടി നോക്കിയ സമയത്ത് ഞങ്ങൾക്ക് വേണ്ട മാർക്ക് 96 മാർക്കാണ്. പക്ഷേ എനിക്ക് ആ പ്രൊവിഷണൽ ആൻസർ കീ കൂട്ടി നോക്കിയപ്പോൾ കിട്ടിയ മാർക്ക് വെറും 93 മാർക്കാണുള്ളത്. 3 മാർക്ക് വേണം പാസ്സാവാൻ. അപ്പം ഞാൻ വിചാരിച്ചു തീർന്നു, എനിക്ക് ഇനി അത് ഞാൻ അതിനുമുമ്പ് മാതാവിനോട് പറഞ്ഞിരുന്നു, മാതാവിനറിയാലോ സെറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ എന്നെപ്പോലത്തെ ആൾക്കാർക്ക്, ഞാൻ സെറ്റ് പരീക്ഷ എഴുതാൻ പോയ സമയത്ത് എനിക്ക് സ്ക്രൈബായിട്ട് ഒരു വ്യക്തി വേണം, എന്നെ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും വേറൊരു വ്യക്തി വേണം. അങ്ങനെ 2 പേരും ഓരോ സെറ്റ് പരീക്ഷ എൻ്റെ കൂടെ വരിക. അവർ വളരെ ബുദ്ധിമുട്ടിട്ട്. അപ്പോൾ കർത്താവ് അങ്ങേക്ക് അറിയാമല്ലോ എൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാമെന്ന്. അപ്പം ഞാനങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ 3 മാർക്കിന് അവിടെ പോയെന്ന് വിചാരിച്ചെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചൊവ്വാഴ്ച ദിവസം റിസൾട്ട് വരണമേ എന്ന്. അങ്ങനെ ദിവസം കടന്നുപോയി. ഞാനൊരു ദിവസം ഒരു ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി. തിരിച്ചു വന്ന് രാത്രി ഫോൺ നോക്കുമ്പോഴേക്കും എൻ്റെ മെൻറ്റർ, ഞാനൊരു കോച്ചിങ് സെൻറ്ററിൽ കോച്ചിങ്ങിന് പോയിരുന്നു, എൻ്റെ മെൻറ്റർ എനിക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, റിസൾട്ട് ഔട്ടായിട്ടുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാൻ ടെൻഷനും കൊണ്ട് നോക്കിയില്ല. ഞാൻ പിറ്റേ ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥനയിൽ ആയിരുന്നു. എൻ്റെ വൈഫ് നോക്കി 2:30 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ട് നോക്കിയപ്പോൾ
എനിക്ക് എന്താണോ എനിക്ക് വിജയിക്കാൻ വേണ്ട മാർക്ക്, ആ മാർക്ക് നൽകി എനിക്ക് ദൈവം അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞിരുന്നു എനിക്ക് അധികം മാർക്ക് വേണ്ട, കാരണം അധികം മാർക്ക് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് അഹങ്കാരം ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് എനിക്ക് എന്താണോ ആവശ്യം ആ മാർക്ക് എനിക്ക് തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിന് എൻ്റെ ഈശോയോടും അമ്മമാതാവിനോടും കോടാനുകൂടി നന്ദി പറയുകയാണ്. ഇനി ഈ വിജയത്തിൻ്റെ വലിപ്പം അറിയുന്നെങ്കിൽ ഈ പ്രാവശ്യ സെറ്റിൻ്റെ വിജയ ശതമാനം 15%. അതിൽ തന്നെ ഇംഗ്ലീഷിൻ്റെ എനിക്കറിയാൻ സാധിച്ചത് 7%. ആ 7%-ൽ വെറും നിസ്സാരനായ എന്നെ എൻ്റെ അമ്മമാതാവിൻ്റെ മാധ്യസ്ഥ സഹായം വഴി എൻ്റെ ഈശോ ഉയർത്തി. അതിന് ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, ഞാൻ 2013 MBA പാസ്ഔട്ടായി. ഞാൻ ആ MBA പാസ്സാവുന്നത്, ഞാൻ 2005 MBAയുടെ അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ബ്ലൈൻഡ് ആയതുകൊണ്ട് സ്വയമേ എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ എക്സാമിന് സ്ക്രൈബിന് ലഭിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് അപേക്ഷിച്ചിട്ടും എനിക്ക് അത് ലഭിച്ചില്ല. ഞാൻ അവസാനം മമ്മിയായിട്ട് യൂണിവേഴ്സിറ്റി പോയി അവരോട് വളരെ ദയനീയമായി സംസാരിച്ചു, ഒന്ന് ഇത് പാസ്സാക്കി തരണേ, ഒരു സ്ക്രൈബിന് തരണേന്ന് പറഞ്ഞു. പക്ഷേ അവർ കട്ട് ആൻഡ് റൈറ്റായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, 80% മേലെ കാഴ്ചക്കുറവുണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സ്ക്രൈബിനെ തരാൻ പറ്റുള്ളൂ. സാധാരണ 40% 40% ഉണ്ടായ ആൾക്കാർക്ക് സ്ക്രൈബിന് ലഭിക്കുന്നതാണ്. എനിക്ക് അതുവരെ ലഭിച്ചിട്ടുണ്ട്. ഞാൻ ആ യൂണിവേഴ്സിറ്റിയുടെ പേര് പറയുന്നില്ല. പക്ഷേ ആ യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും ഞാൻ പരീക്ഷ എഴുതി. ദൈവത്തിൻ്റെ അറിയാമല്ലോ, ഞാൻ കാഴ്ചയില്ലാത്തൊരു വ്യക്തി. MBAക്ക് ഒരുപാട് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനെന്ന മനുഷ്യന് എനിക്ക് ഒരിക്കലും വിചാരിച്ച് നടക്കാൻ പറ്റാത്ത സംഭവമാണ്. അവിടെയും ദൈവം എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എന്നെ അവിടെ വിജയിപ്പിക്കുകയാണ്. പക്ഷേ പിന്നീട് ഞാൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല. വർഷം കടന്നുപോയി 12 വർഷത്തിന് ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ കണ്ടുമുട്ടാൻ പോകുന്നത് ആ പഴയ ആൾക്കാരെ തന്നെയായിരിക്കില്ലേ. ഉറപ്പായിട്ടും 12 വർഷം കഴിഞ്ഞാൽ അവർ മുടക്കം പറയും. എന്തുകൊണ്ട് അപേക്ഷിച്ചില്ല, ഇനിയിപ്പോൾ തരാൻ പറ്റൂല, അങ്ങനെ വല്ലതും മുടക്കം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്കുണ്ടായിരുന്ന ഒരു ബലം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ അമ്മമാതാവ് വഴി ഞാൻ ഈശോയിൽ ചെയ്ത ഉടമ്പടിയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. അപേക്ഷിച്ചപ്പോൾ എൻ്റെ മാർക്ക് ലിസ്റ്റ് ഒരു മിസ്സിംഗ് ആണ്. അപ്പം ഞാനിത് കോണ്ടാക്ട് ചെയ്ത സമയത്ത്, ആ യൂണിവേഴ്സിറ്റിയിൽ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ആ സാറ് പറഞ്ഞത്, ഞാൻ വളരെ പേടിച്ചിട്ടാണ് വിളിക്കുന്നത് എന്തായിരിക്കും റെസ്പോൺസ് എന്നറിയാൻ. പക്ഷേ ആ സാറ് വളരെ മൈൽഡായിട്ട് പറഞ്ഞു, നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും, പ്രശ്നമൊന്നും വേണ്ട, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ മതി, അല്ലെങ്കിൽ മെയിൽ ചെയ്ത് തന്നാൽ മതി. അങ്ങനെ അച്ഛൻ പറയുന്നത് പോലെ അവിടെ നമ്മുടെ ഭാരം ലഘൂകരിച്ച് തന്നു. ഒരിക്കലും ഞാൻ വളരെ പ്രയാസം നേരിടുമെന്ന് കരുതിയ ആ ഒരു സർട്ടിഫിക്കറ്റ്, എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് വരികയും മാർക്ക് ലിസ്റ്റ് പെട്ടെന്ന് വരികയും കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് അപേക്ഷിച്ച് അത് പെട്ടെന്ന് വരികയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് ഈശോയിലൂടെ മാതാവ് എനിക്ക് തന്നു. അതിനും ഞാൻ എൻ്റെ ഈശോയോടും കൃപാസന മാതാവിനോടും കോടാനുകൂടി നന്ദി പറയുന്നു. ഇതെല്ലാം എനിക്ക് ലഭിക്കുന്നത് ഉടമ്പടിയിൽ ആയിരിക്കുന്ന സമയത്താണ്. ഇനി മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ വൈഫ് ആദ്യ തവണ ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതിയ സമയത്ത്, ഡ്രൈവിംഗ് ടെസ്റ്റ് പങ്കെടുക്കുന്ന സമയത്ത് അത് കിട്ടിയില്ല. പിന്നെ 4 വീലറിൻ്റെ ലൈസൻസ് കിട്ടിയില്ല, ടെസ്റ്റ് കിട്ടിയില്ല. അതിനുശേഷം ഞങ്ങൾ കോഴിക്കോട് വന്ന് വീണ്ടും ട്രെയിനിങ് എടുത്തു, ഡേറ്റ് എടുത്തു. ടെസ്റ്റിന് പോകുന്ന സമയത്ത് മുമ്പ് ഞാൻ മാതാവിൻ്റെ വെഞ്ചരിച്ച വിശുദ്ധ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരച്ചു. ഒപ്പം വിശുദ്ധ ഉപ്പ് എൻ്റെ വൈഫിൻ്റെ കയ്യിൽ കൊടുത്തയക്കുകയും ചെയ്തു. അത്ഭുതകരമെന്ന് പറയട്ടെ, ഒരു പ്രയാസം കൂടാതെ വൈഫ് 4 വീലർ ലൈസൻസ് ടെസ്റ്റ് പാസ്സാവുകയും ചെയ്തു. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്.
അവിടെ മാതാവിൻ്റെ ശക്തമായ ഇടപെടലുണ്ട്. ഇനി എൻ്റെ 4ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ 2ാമത്തെ മോനെക്കുറിച്ചാണ്. എൻ്റെ 2ാമത്തെ മകൻ 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ തൊട്ടടുത്ത സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ ആ സ്കൂളിനൊരു 102 വർഷം പഴക്കമുണ്ട്. ആ 102 വർഷം പഴക്കമുള്ള സ്കൂളിൽ സബ് ജില്ലാ കലോത്സവം വേറെ സ്കൂളിൽ വെച്ച് നടക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ കുറേ കുട്ടികൾ അവിടെ പങ്കെടുക്കുകയും ചെയ്തു. ആകെ 2 തവണ മാത്രമാണ് ആ സ്കൂളിൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ വർഷം എൻ്റെ മോൻ ഉൾപ്പെട്ട റിലേറ്റീവിന് സെക്കൻഡ് ലഭിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ മോൻ പങ്കെടുക്കുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം നെറ്റിയിൽ പുരട്ടുകയും കയ്യിലും കാലിലും പുരട്ടുകയും തേനും ഉപ്പും നൽകി അവന് വിടുകയും ചെയ്തു. ഇതാണ് എൻ്റെ 4ാമത്തെ സാക്ഷ്യം. ഇനി ഇതിനേക്കാൾ ഉപരി ഇതെല്ലാം ബ്ലെസ്സിങ്സ് ആണ്. എനിക്ക് ദൈവത്തിൻ്റെ ഒരു പ്രസൻസ്, എല്ലാവർക്കും ഇവിടെ എന്താ പറയുക, സുഗന്ധാഭിഷേകവും എല്ലാം കിട്ടുമ്പോൾ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് സുഗന്ധാഭിഷേകം ലഭിക്കണമെന്ന്. പക്ഷേ എനിക്ക് ലഭിക്കാറില്ല. ഞാനിങ്ങനെ മൂക്കൊക്കെ തുറന്നിരിക്കും, എനിക്ക് എപ്പോഴാണ് ലഭിക്കുന്നതെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചോദിക്കും, എനിക്ക് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പക്ഷേ ഞാൻ ഈ തീർത്ഥാടക ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ബൈബിൾ വായന തുടങ്ങിയ സമയത്ത് പഴയ നിയമത്തിൽ ലേവിയയുടെ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഞാനൊരു ബലഹീനനായ മനുഷ്യനാണെന്ന് പറഞ്ഞല്ലോ. അത് വായിക്കുന്ന സമയത്ത് എനിക്ക് ബലഹീനമായൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഒരു ഭിന്നശേഷിക്കാരനായതുകൊണ്ട് ഒരുപാട് കോംപ്ലക്സ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് സാക്ഷ്യ കൂടാരത്തിൽ സ്പർശിക്കുന്നതിൽ വിലക്ക് കൽപ്പിച്ച കുറച്ച് വിഭാഗങ്ങളുണ്ടായിരുന്നു എന്ന് ഞാൻ ബൈബിൾ വായിക്കുന്ന ഓഡിയോ ബൈബിളാണ്, ഞാൻ കേൾക്കുകയാണ് ചെയ്തത്. ആദ്യം ഞാൻ കേൾക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഞാൻ വളരെ ഷോക്ക്ഡായി. ദൈവമേ, ഇപ്പം ഞങ്ങളൊക്കെ അങ്ങനത്തെ ഒരു ആളുകളാണോ? ആ വിഷമം അതൊരു വലിയ നോമ്പ് സമയത്താണ്. ആ വിഷമം എനിക്ക് മാറ്റിത്തരിക ഉണ്ടായിരുന്നു. അതായത് ഞാൻ നാട്ടിലെത്തുമ്പോഴേക്കും പെസഹ വ്യാഴാഴ്ച കാലുകൾ ശുശ്രൂഷയിൽ അച്ഛൻ അന്ന് തിരഞ്ഞെടുത്തത് 12 ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരെയാണ്. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ പരിഗണിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ 1ാമത്തെ പുതുക്കൽ വന്നപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞ്, കർത്താവ് മാത്രമല്ലടാ നിൻ്റെ കൂടെ ഉള്ളത്, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് 1ാമത്തെ പുതുക്കൽ എൻ്റെ മാതാവിനും കിട്ടി. അപ്പോൾ എൻ്റെ സംശയത്തിന് അവിടെ നല്ല ആൻസറിങ് കിട്ടി. എനിക്ക് ഇത് മതി, വേറെ സുഗന്ധാഭിഷേകം കിട്ടിയില്ലെങ്കിലും എനിക്ക് ഈ അഭിഷേകം മാത്രം മതി. എൻ്റെ അച്ഛൻ പറയുന്ന പോലെ ഉടമ്പടിയിലെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത് പ്രസൻസാണ്. ആ പ്രസൻസ് എനിക്ക് ഈ അനുഭവത്തോടെ ലഭിച്ചു. അതിന് ഒത്തിരി ഞാൻ ദൈവത്തോടും എൻ്റെ അമ്മയോടും നന്ദി പറയുകയാണ്. ഇനി ഉടമ്പടിയിൽ ആവുന്നതിന് മുമ്പ് എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഡിസിപ്ലിൻഡ് ആയിരുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കും, വ്യക്തിപരമായി പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലും. പക്ഷേ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ സ്ഥിരത പാലിച്ചിരുന്നില്ല. കുറേ നാളായിട്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. കൊറോണ വന്ന ശേഷം ദിവ്യബലിയും ആകെ താറുമാറായി. ഇതെടുത്ത ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മിസ്സായിട്ടില്ല. പിന്നെ ഞാൻ കുടുംബ പ്രാർത്ഥന ചെറുപ്പമായ സമയത്ത്, കുട്ടിയായ സമയത്തൊക്കെ മുട്ടൂത്തിയൊക്കെയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ വലുതായ സമയത്ത് ആ മുട്ടൂത്തൽ മാറി പിന്നെ കസേലിരുന്നായി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി, ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും കിടന്ന് പ്രാർത്ഥിക്കുന്നതും മുട്ടൂത്തി പ്രാർത്ഥിക്കുന്നതിലും പല അനുഭവങ്ങളുണ്ടെന്ന്. എനിക്കത് എന്നിൽ തിരിച്ചറിവുണ്ടാക്കി. ഞാൻ അതിനുശേഷം കുടുംബ പ്രാർത്ഥന മുട്ടുകുത്തിയാണ് ചെല്ലുന്നത് എല്ലാ ദിവസവും.
പിന്നെ ഞാൻ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്ന പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്നൊരു 12 കിലോമീറ്റർ മാറിയിട്ടാണ് പള്ളിയുള്ളത്. എനിക്ക് എല്ലാ ദിവസവും പങ്കെടുക്കാൻ പറ്റാതില്ല, ഞായറാഴ്ച പോലും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ പ്രാവശ്യം ഞാനൊരു ഇതിനു മുമ്പത്തെ ഉടമ്പടി, അതായത് 2ാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ ഒരു തീരുമാനം എടുത്തു. അതായത് എങ്ങനെയെങ്കിലും ഞായറാഴ്ച ദിവസം ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചിട്ടായാലും ഞാൻ കുർബാനയ്ക്ക് പങ്കെടുക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഈ ദിവ്യവേലിയിൽ പങ്കെടുക്കാൻ എനിക്ക് ദൈവമായിട്ട് ഒരവസരം തന്നു. എനിക്ക് ഞങ്ങൾക്ക് കുടുംബത്തോടെ എല്ലാ ഞായറാഴ്ചയും പോകാനായിട്ട് വളരെ ക്ഷമയോടെ ഞങ്ങളെ കൊണ്ടുവരാനും ഒരാളെ ദൈവം നിയോഗിച്ചു തരികയും ചെയ്തു, ഏർപ്പെടുത്തി തരികയും ചെയ്തു. അതിനും ഞാൻ നന്ദി പറയുകയാണ്. അങ്ങനെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലെ തന്നെ ചെറുപ്പത്തിൽ എനിക്ക് ചെറിയ കുറച്ച് കാഴ്ച കുറവുണ്ടായുള്ളൂ. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനുള്ളൊക്കെ ഒരു ശേഷി ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പള്ളിയിൽ പോകുമ്പോൾ ഞാൻ സ്വയമേ ദിവ്യകാരണം സ്വീകരിക്കാനായിട്ട് പോകുമായിരുന്നു, ആരുടെയും സഹായമില്ലാതെ. പക്ഷേ എനിക്കിപ്പോൾ കാഴ്ചയില്ലാത്തത് കൊണ്ട് എനിക്കൊരാളുടെ ഹെൽപ്പ് വേണം. അപ്പം ഞാൻ ഈ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഒരാളുടെ കയ്യും പിടിച്ചിങ്ങനെ തപ്പി നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ ഈ ഉടമ്പടിയിൽ എടുത്ത ശേഷം അങ്ങനെ ഒരു പ്രയാസമില്ല. എനിക്ക് വളരെ സന്തോഷമായിട്ട് എനിക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാനായിട്ട് ദൈവം അവസരം തരുന്നുണ്ട്. എനിക്ക് 41 വയസ്സായി. ഞാൻ 40 വർഷവും ഒരു ഉപവാസമോ വലിയ നോമ്പോ അല്ലെങ്കിൽ ചെറിയ നോമ്പോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് ദിവസം നോമ്പെടുക്കും, എന്തെങ്കിലും നോൺ വെജ് കാണുമ്പോൾ അവിടെ തീർന്നു, പിന്നെ എൻ്റെ നോമ്പ് തീർന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിലായിരിക്കെയാണ് എനിക്ക് ഇത് എടുക്കാനുള്ളൊരു കൃപ എനിക്ക് ലഭിച്ചത്. ഞാൻ അതിനുശേഷം കഴിഞ്ഞ വർഷം തൊട്ട് ഒരു ഉപവാസം പോലും ഞാൻ മുടക്കിയിട്ടില്ല, ഒരു നോമ്പും മുടക്കിയിട്ടില്ല. ഞാൻ പിന്നെ അച്ഛൻ പറയുന്ന പോലെ ആഴ്ചയിൽ ഉപവസിക്കും, സാധ്യമെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കും. അപ്പോൾ ചില ഉപവാസങ്ങൾ ഞാൻ പൊതുവായ മറ്റുള്ളവരുടെ നിയോഗത്തിന് വേണ്ടി കാഴ്ചവെക്കും. അവർക്ക് എന്തെങ്കിലും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കാഴ്ചവെക്കും. പിന്നെ ദൈവം ദാനമായി തന്ന ജോലിയാണിത്. ദൈവം ദാനമായി തന്ന ശമ്പളത്തിൻ്റെ ഒരു ചെറിയ അംശം ദൈവം എനിക്ക് വഴിയൊരുക്കി തരുന്നുണ്ട്. ആർക്കാണ് കൊടുക്കേണ്ടത്? ഞാനൊരു മാധ്യമം മാത്രമാണ്. ദൈവം എനിക്ക് കാണിച്ചു തരുന്ന ആൾക്കാർക്ക് ഞാൻ എൻ്റെ ദൈവം തന്ന ദാനത്തിൽ നിന്നും ഒരു അംശം ഞാൻ കൊടുക്കുന്നു. ഞങ്ങൾ കോഴിക്കോട് ഒരു വൃദ്ധമന്ദിരമുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ അപ്പന്മാരെയും അമ്മമാരെയും പോയി കാണും, പ്രായമുള്ള ആൾക്കാർ. അവർക്ക് എന്ത് സ്നേഹമാണെന്നറിയോ? നമ്മളവിടെ ചെല്ലുമ്പോൾ കുറച്ച് നാൾ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കും, എന്താ പിറ്റേ പ്രാവശ്യം പോകുമ്പോൾ അവരെന്തുകൊണ്ട് നിങ്ങളെന്താ വരാത്തതെന്ന്. അങ്ങനെ കഴിഞ്ഞ തവണ പോയ സമയത്ത് ഞങ്ങൾ പോയ സമയത്ത് ഒരാൾ ഓടി വന്ന് ഞങ്ങളെ കണ്ടിട്ട് അവിടെ നിന്ന് ഓടി വരെ ചെയ്തു, വളരെ സന്തോഷത്തോടെ. അതൊക്കെ ആ ഒരു കാര്യത്തിൽ, ആ ഒരു പുണ്യപ്രവൃത്തിയെ എന്നെ യോഗ്യനാക്കിയ, എന്നെ ഒരുക്കിയ എൻ്റെ ദൈവത്തോടും അമ്മാതാവിനോടും ഒത്തിരി ഒത്തിരി നന്ദി പറയുകയാണ്. ഇനിയും ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കുമെന്ന് പ്രോമിസ് ചെയ്യുന്നു. ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ഇതിൽ കൂടെ ഒരു സാക്ഷ്യം ഒരു അനുഭവം പറയാൻ വിട്ടുപോയി. എൻ്റെ മമ്മിക്ക് വളരെ കടുത്ത ഒരു പനിയുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വിശുദ്ധ ഉപ്പ് വിശ്വസ്ത്രമണം ചൊല്ലി നാവിൽ വെച്ചു. സെക്കൻഡിനുള്ളിൽ പനി പോയി. മമ്മി പറഞ്ഞത് എന്തത്ഭുതമാണ്, പെട്ടെന്ന് പനി പോയി. അതുപോലെ തന്നെ നിങ്ങളിൽ ചില ആൾക്കാർക്ക് അത് നിസ്സാരമായി തോന്നും. ഞാനിവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഓരോ സാക്ഷ്യവും നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്ഡേറ്റ് മാത്രമല്ല, അപ്ഗ്രേഡും ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഒരു സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് പറഞ്ഞു, ഒരു ചേച്ചിയുടെ വീട്ടിൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടായ സമയത്ത് വിശുദ്ധ ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി പ്രയോഗിച്ച ശേഷം ആ പാമ്പിൻ്റെ ശല്യം മാറിയെന്ന് ചേച്ചി അവിടെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം രാത്രി ഒരു പറത്തവള എന്ന് ഞങ്ങളോട് പറയുന്നത്, അത് കയറിയപ്പോൾ അത് ഓടിക്കാനായിട്ട്
എനിക്കും ബാക്കി ആർക്കൊന്നും സാധിക്കുന്നില്ല. എവിടെ പോയെന്ന് എവിടെയും കാണുന്നില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓടി വന്നു, അമ്മ മാതാവിൻ്റെ ആ വിശുദ്ധ ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി പ്രയോഗിക്കാമെന്ന്. ഞാൻ പ്രയോഗിച്ചു കൊണ്ട് അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഈ തവള എങ്ങനെയാണ്, ഏതിലൂടെയാണ് കയറിയത്, അതിലൂടെ തന്നെ അമ്മ ഒന്ന് പുറത്താക്കണേ. അത്ഭുതം എന്ന് പറയട്ടെ, പിന്നെ അങ്ങനെ ഒരു ശല്യം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. എൻ്റെ എളിയ സാക്ഷ്യം ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 31-ാം തിരുവചനം. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. ശിമയോൻ ഉണ്ണിയേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് നൽകിയ വലിയ ഒരു പ്രവചനമായിരുന്നു അത്. എൻ്റെ കണ്ണുകൾ ഈ രക്ഷ കണ്ടുകഴിഞ്ഞു. ശിമയോനെ വളരെ കാലമായി യേശുവിനെ പ്രതീക്ഷിച്ചിരുന്ന ആ രക്ഷ കാണുമെന്ന് ഇസ്രായേൽ ജനത്തോട് വാഗ്ദാനം ചെയ്ത, പ്രവാചകന്മാരുടെ വാഗ്ദാനം ചെയ്ത രക്ഷ കാണും എന്ന് കാണുന്നതുവരെ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് പോവുകയില്ല എന്ന ഒരു പ്രതീക്ഷയോടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സുവിശേഷത്തിലെ ശിമയോൻ. അദ്ദേഹം ഉണ്ണിയേശുവിനെ കയ്യിലെടുത്തുകൊണ്ടാണ് ഒരു വലിയ പ്രവചനം ചെയ്തത്. ഇന്നിവിടെ സെബാസ്റ്റ്യൻ എന്ന സർ ഇവിടെ വന്ന് വലിയ ഒരു ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് ഏറ്റുപറഞ്ഞത്. കണ്ണുള്ള നമുക്കെല്ലാവർക്കും പറയുവാനും ചെയ്യുവാനും സാധിക്കാത്ത അത്ഭുതങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, ഉടമ്പടി ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അദ്ദേഹത്തിന് പ്രാപിച്ചു കൊടുത്തിരിക്കുന്നത്. അന്ധനായൊരു മനുഷ്യനെ ഈശോ കണ്ണുകളിൽ ചെളി പുരട്ടി നീ സിലോഹാക്കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞ് അവൻ തിരിച്ചു വന്നപ്പോൾ നീ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മനുഷ്യരെയെല്ലാം മരങ്ങളായ പോലെ കാണുന്നു എന്നാണ് പറഞ്ഞത്. നമ്മുടെ കാഴ്ചകൾ വ്യക്തമാകുവാനുള്ള ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതി കൂടിയാണ് ഈ ഉടമ്പടി എന്ന് ഇന്ന് സെബാസ്റ്റ്യൻ സാർ നമ്മോട് ഏറ്റുപറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെയധികം തനിക്ക് യോഗ്യതയില്ല എന്ന് കരുതിയ എല്ലാ കാര്യങ്ങൾക്കും കൃപ നൽകി വിജയം നൽകിയ വലിയ വലിയ സാക്ഷ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സെറ്റ് എക്സാം 4ാമത്തെ തവണ പാസ്സായത് ഉടമ്പടിയെടുത്തതിന് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയാണ്. അതുപോലെ തന്നെ 12 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് MBA സർട്ടിഫിക്കറ്റ് യാതൊരു തരത്തിലുള്ള തടസ്സവും കൂടാതെ അദ്ദേഹത്തിന് വളരെ എല്ലാവരും റിജക്റ്റ് ചെയ്ത ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ വീണ്ടും ചെന്നപ്പോൾ വളരെ സൗമ്യമായി അദ്ദേഹത്തിന് ആ സർട്ടിഫിക്കറ്റ് പ്രാപിച്ചെടുത്തത്. വൈഫിനെ മോണ്ടിസോറി എക്സാം പാസ്സാകുവാനും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് 4 വീലറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് 2ാമത്തെ തവണ അദ്ദേഹം തന്നെ വൈഫിന് വിശുദ്ധ ഉപ്പ് ഉടമ്പടി ഉപ്പ് കൊടുത്തു വിട്ടു. കൃത്യമായി പ്രാർത്ഥിച്ച് വിതറി നീ പരീക്ഷയിൽ പങ്കെടുക്കണം. മകൾക്കും വൈഫിനും വലിയ ഒരു വിജയമാണ് ഈ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ചത്. മകൻ പഠിക്കുന്നത് 1ാം ക്ലാസ്സിൽ 102 വർഷം പഴക്കമുള്ള ഒരു സ്കൂളിലാണ്. ആകെ 2 വിജയങ്ങളെ അവിടെ കായികമേളയിൽ ഉണ്ടായിട്ടുള്ളൂ. അതിന് ഈ ഡിസ്ട്രിക്റ്റ് ലെവലുള്ള ഒരു വലിയ വിജയമാണ് ഈ കുഞ്ഞുമാന് നൽകിയിരിക്കുന്നത്. അങ്ങനെ എവിടെയെല്ലാം മകനെ അതിനും ഒരുക്കമായി ഉടമ്പടി തൈലം പൂശി ഉപ്പ് കഴിക്കാൻ കൊടുത്തുകൊണ്ടാണ് മകനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടത്, കോമ്പറ്റീഷന് പറഞ്ഞു വിട്ടത്. എപ്പോഴും വലിയ വിശ്വാസത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് തൻ്റെ ഒരു ചെറിയ ബലഹീനത എടുത്തു മാറ്റണമേ എന്നുള്ള ഒരു ഉൾക്കാഴ്ച നൽകണമേ എന്നുള്ള പ്രാർത്ഥന പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുവാനും ഈശോയുടെ സ്പർശനം ലഭിക്കുവാനുമുള്ള ഒരു വലിയ അനുഗ്രഹവും അഭിഷേകവും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. എല്ലാറ്റിലുമുപരി ഇതൊരു ജീവിതക്രമമായി അദ്ദേഹം ഇന്ന് കുടുംബവും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തിരുസഭയുടെ എല്ലാ കൽപ്പനകളും കൃത്യമായി പാലിക്കുവാനും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ വചനം വായിക്കുവാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും ഇവിടെ നിന്ന് ലഭിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ എല്ലാ പ്രബോധനങ്ങളും ഉൾക്കൊള്ളുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചൊവ്വാഴ്ചകളിലാണ്. അച്ഛൻ അതുകൊണ്ടാണ് പ്രബോധനങ്ങൾ കൃത്യമായി കേൾക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നിത്യതയെ പ്രാപിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനം അച്ഛൻ ചെയ്യുന്നത്. ഉടമ്പടി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു വലിയ ദൈവവിളിയായിട്ടാണെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ന് സെബാസ്റ്റ്യൻ സാറിന് ലഭിച്ചിരിക്കുന്നത് ഒരു വലിയ ദൈവവിളിയാണ്. നമ്മെ എല്ലാവരെയും ഉണർവിലേക്ക് കൊണ്ടുവരുവാനും നമ്മുടെ ജീവിതത്തെ ചെക്ക് ചെയ്യാൻ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ സാധ്യതയായി ഒരു പ്രേരണയായി നമുക്കിതിനെ സ്വീകരിക്കാം. സെബാസ്റ്റ്യനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ സെബാസ്റ്റ്യനെ ഈ വേദിയിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധ അമ്മയുടെ വേദിയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച ജീന ടീച്ചറിനെയും
പ്രത്യേകം ഓർത്തുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എന്നെ പ്രതീക്ഷിക്കണത്തിൻ്റെ സാക്ഷിയായി ഓർത്തതിൽ ആദ്യമേ തന്നെ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ജിപ്സന. ഞാൻ കൊരട്ടി ഫൊറോനയിലെ തിരുമുടുക്കുന്ന് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ യുക്രൈനിൽ നിന്ന് യുദ്ധം കാരണം ട്രാൻസ്ഫർ എടുത്ത ഒരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എൻ്റെ കോഴ്സ് കംപ്ലീറ്റായി ഞാൻ നാട്ടിൽ വന്നു. എല്ലാവരെയും പോലെ തന്നെ എൻ്റെ ഫസ്റ്റ് കടമ്പ FMG എക്സാം പാസ്സാവുകയെന്നാണ്. FMG എക്സാം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. ഒരു സ്ക്രീനിങ് എക്സാം ആയിട്ടാണ് നടത്തേണ്ടതെങ്കിലും ഇപ്പോഴത്തെ പോക്ക് അതനുസരിച്ച് അതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന രീതിയിലാണ് ഇപ്പോൾ അത് പോകുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ നടന്ന എക്സാമിന് 24% ആളുകൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നടന്ന ഇന്നലെ റിസൾട്ട് വന്നതിൽ 12% മാത്രമാണ് വിജയ പെർസെൻറ്റേജ് ഉള്ളത്. അതായത് 37,000 പേര് എഴുതിയിട്ടുണ്ട്. അതിൽ 4,600 എത്രയോ കുട്ടികൾ മാത്രം പാസ്സായി. അപ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ നാട്ടിൽ വന്നു. ഓഫ്ലൈനായിട്ട് ഞാൻ കോച്ചിങ് എടുത്തില്ല, കാരണം ഞാൻ വന്നപ്പോൾ തന്നെ ലേറ്റായി. പല കോച്ചിങ് സെൻറ്ററിലും ഓൾറെഡി ക്ലാസ്സൊക്കെ സ്റ്റാർട്ടായിരുന്നു. ഞാൻ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പഠിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പഠിക്കുന്നുണ്ട്, പക്ഷെ അത് 100% ആണോ എന്ന് ചോദിച്ചാൽ അതിലുറപ്പില്ല. എനിക്ക് ഇവിടെ വന്ന് അഡ്മിറ്റ് കാർഡ് അച്ഛനെ കൊണ്ട് വെഞ്ചിരിപ്പിക്കണം, തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇമാതിരി എക്സാംസിനൊക്കെ ജസ്റ്റ് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുക. സൺഡേ 28 ജൂൺ അതായിരുന്നു എൻ്റെ എക്സാം ഡേറ്റ് മുമ്പേ നമുക്ക് കിട്ടും. പക്ഷേ എക്സാം എവിടെയാണ് നടക്കുന്നത്, എപ്പോഴാണ് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ അഡ്മിറ്റ് കാർഡ് വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു ബുധനാഴ്ചയാണ് എനിക്ക് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത്. പിന്നെയുള്ള ശനിയാഴ്ച എനിക്ക് ഇവിടുന്ന് എക്സാം സെൻറ്ററിലേക്ക് പോകണം, തലേ ദിവസം പോകണം. പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്ക് അവിടെ ചെല്ലേണ്ടതുള്ളതുകൊണ്ട് പിന്നെയുള്ള ആകെ 2 ദിവസം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും. ശനിയാഴ്ച യാത്രയുണ്ട്. അപ്പോൾ ഇനി വെള്ളിയാഴ്ചയും യാത്ര ചെയ്താൽ എൻ്റെ കാര്യം ആകെ പ്രശ്നത്തിലാവും, കാരണം എനിക്ക് അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. പിന്നുള്ളത് വ്യാഴാഴ്ച ഇവിടെ അച്ഛൻ ഉണ്ടാവില്ല എന്നുള്ള അറിഞ്ഞതുകൊണ്ട് വരണോ വേണ്ടയോ എന്നൊക്കെ ആദ്യം തോന്നിയെങ്കിലും പിന്നെ അതിന് മുമ്പ് ഞാനൊരു മോക്ക് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ജയിക്കാനായിട്ട് ഒരു 4-5 മാർക്കിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം മനസ്സിലായി ഇത് എന്നെ കൊണ്ട് കൂടുന്ന കാര്യമല്ല, മാതാവ് കൂടിയുണ്ടെങ്കിലേ നടക്കുള്ളൂ. പിന്നെ മമ്മിയും പറഞ്ഞു, മാതാവിനെ കണ്ടിട്ട് നീ എന്ത് ചെയ്താൽ മതി, പഠിക്കാണ്ടിരിക്കുക എന്തെങ്കിലും ചെയ്തോ, പക്ഷെ മാതാവിനെ കൂട്ടിയിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വ്യാഴാഴ്ച രാവിലെ തന്നെ ഇവിടെ വന്നു. അഡ്മിറ്റ് കാർഡ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ മുമ്പിലും ബാക്കി ഓരോ മാതാവിൻ്റെ മുമ്പിലും, കൃപാസന മാതാവിൻ്റെ മുമ്പിലും എല്ലാ മാതാവിൻ്റെ മുമ്പിലും അഡ്മിറ്റ് കാർഡ് കാണിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ കൗണ്ടറിലുള്ള അച്ഛൻ്റെ അടുത്ത് പോയി തലയിൽ കൈവച്ചു, അഡ്മിറ്റ് കാർഡ് വെഞ്ചിരിച്ചു, അങ്ങനെ എല്ലാം ചെയ്തു. ഇവിടെ കുർബാന കണ്ടായിരുന്നു, മോളിൽ നിത്യാരാധന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോണ സമയത്താണ് ഞാൻ കണ്ടത് എൻ്റെ അഡ്മിറ്റ് കാർഡിൽ അച്ഛൻ വെഞ്ചിരിച്ചപ്പോൾ ഈ വെള്ളം വീണ് കളറ് പടർന്നായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ സേഫ്റ്റിക്ക് ഒരു എക്സ്ട്രാ ഒരു അഡ്മിറ്റ് കാർഡ് എടുത്തിട്ട് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടാണ് പോയായിരുന്നേ. അങ്ങനെ സൺഡേ ഞാൻ എക്സാം ഹാളിലെത്തി. പക്ഷേ എനിക്കെന്തോ പുതിയ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകാൻ തോന്നിയില്ല. പഴയ ഇവിടെ വന്ന് മാതാവിനെ കാണിച്ച അഡ്മിറ്റ് കാർഡ് തന്നെ ഞാൻ കയ്യിലെടുത്തു. അതിലെ ഇൻസ്ട്രക്ഷൻസിൻ്റെ അവിടെയാണ് കളറ് മങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കയറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ കയറി. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു, അഡ്മിറ്റ് കാർഡൊക്കെ അവർ അംഗീകരിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എക്സാം ഹാളിൽ കയറിയപ്പോൾ ഇവിടെ എല്ലാ സാക്ഷ്യത്തിലും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, മാതാവ് നിയോഗിച്ച ഒരാൾ, അല്ലെങ്കിൽ നീല കളർ ഡ്രസ്സിട്ട ഒരാൾ, മാതാവിൻ്റെ പേരിനോട് സാദൃശ്യമുള്ള ഒരു ഇൻവിജിലേറ്റർ നിങ്ങൾക്ക് വരുമെന്ന്. ഞാനും പ്രതീക്ഷിച്ചു എനിക്കും വരും നീല ഡ്രസ്സിട്ട മാതാവിൻ്റെ പേരുള്ള ഒരു ഇൻവിജിലേറ്റർ. ഞാൻ ചുറ്റും നോക്കി, ഞാൻ കണ്ട എല്ലാവരും പിങ്കും ചുമപ്പൊക്കെ ഇട്ട് ഡ്രസ്സിട്ട് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ തോന്നി, ഈ മാതാവിനെ വിളിച്ചിട്ട് മാതാവിനെ എൻ്റെ കൂടെ വന്നില്ലയോ. പിന്നെയാണ് ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറന്ന പോലെ എൻ്റെ കണ്ണുകളും തുറന്നത്. ഞാൻ ചുറ്റും നോക്കി, ആ റൂമിൻ്റെ ആ ലാബിൻ്റെ ഡെസ്കുകളും ചുമരും എന്തിന് കർട്ടൻ വരെ ബ്ലൂ കളറ്. ഞാൻ അത് നോക്കാണ്ട് ടീച്ചേഴ്സിൻ്റെ പിറകെ പോയി. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് കൂടെ വന്നു. പിന്നെ എനിക്ക് കിട്ടിയ സിസ്റ്റം 187 നമ്പറാണ്, അതായത് അതിലും മാതാവിൻ്റെ 7 ഉണ്ട്. അപ്പം ഞാൻ പ്രതീക്ഷിച്ചു ഫുള്ള് മാതാവിൻ്റെ അത്ഭുതം, എനിക്ക് എക്സാം എളുപ്പം തന്നെ, ഞാൻ അത് ജയിച്ചു തന്നെ. അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഏതൊക്കെ ടോപ്പിക്സ് വിട്ടോ, ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കാതിരുന്നോ അത് മാത്രം. പിന്നെ അറിയാവുന്നതാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കാണുന്ന പോലെ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ 2 ഓപ്ഷൻ തെറ്റാണെന്ന് അറിയാനുള്ള ബുദ്ധിബോധം എനിക്കുണ്ട്. പക്ഷെ ബാക്കി 2 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റെന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ഇതില്ലാണ്ടായിപ്പോയി. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഡ്രസ്സുമ്പോൾ മാതാവിൻ്റെ കാശ് രൂപം തുന്നി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ഞാനത് ആരും ചവിടാത്ത വശത്തും ലാബിൻ്റെ സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അറിയാവുന്ന ഓരോന്നൊക്കെ കുത്തി വെച്ച് ഇറങ്ങിപ്പോന്നു. ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഇതൊന്നും എനിക്ക് അറിയണ കാര്യമൊന്നുമല്ല, എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നണേന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞു. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ്. എൻ്റെ കൈയൊക്കെ അങ്ങനെ കിടന്ന് വിറയ്ക്കും ടെൻഷൻ വരുമ്പോൾ. പക്ഷേ പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ
ടെൻഷൻ കാരണം സെക്കൻഡ് സെക്ഷൻ ഉച്ച കഴിഞ്ഞൊരു സെക്ഷനും കൂടി ഉണ്ട്, അതും എൻ്റെ കയ്യിൽ നിന്ന് പോയേനെ. പക്ഷെ അന്ന് എന്തോ ടെൻഷനൊന്നും അധികം ഉണ്ടായില്ല. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സെക്ഷന് കയറി, അത് വേറെ റൂമിലായിരുന്നെങ്കിലും അതും ബ്ലൂ കളറായിരുന്നു. അങ്ങനെ അത് എഴുതി. അത് എക്സാം തുടങ്ങിയപ്പോൾ എനിക്ക് അറിയാവുന്ന ടോപ്പിക്സ്, ഞാൻ അത്യാവശ്യം പഠിച്ച സബ്ജക്ട്സ് മാത്രമാണ് വന്നത്. പക്ഷെ പിന്നെന്താ പ്രശ്നം എന്ന് വെച്ചാൽ മുൻപത്തെ വർഷങ്ങളിലൊക്കെ നമ്മൾ സെയിം ഒരു പാറ്റേൺ കണ്ടുവരും. അതായത് ഇങ്ങനത്തെ രീതിയിലാണ് ചോദ്യം ചോദിക്കുക, ഇത് മാത്രമായിരിക്കും വരിക, അല്ലെങ്കിൽ ഈ പാറ്റേൺസിലായിരിക്കും ചോദിക്കുക എന്നുള്ളൊരു ഇത് നമുക്കുണ്ട്. പക്ഷേ ഈ തവണത്തെ എക്സാം എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ ലെവൽസ്, ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻസ്, വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഈ വർഷമായിരുന്നു. അതായത് ഒരു സ്ക്രീനിങ് എക്സാം അല്ല, അതിന് മുതൽ എന്തോ നീറ്റ് PG ടൈപ്പ് ലെവലായിരുന്നു ഞങ്ങളുടെ എക്സാം ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് പക്ഷേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സെക്കൻഡ് സെക്ഷനിൽ എനിക്ക് അറിയാവുന്ന വന്നു. അപ്പം ഞാൻ അത് ഇറങ്ങി വന്നപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഈ എക്സാം കുഴപ്പമുണ്ടായില്ല, അപ്പം ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന വഴിക്കാണ് സാക്ഷ്യം കേട്ടിട്ടാണ് ഞാൻ ബസ്സിൽ തിരിച്ചു വന്നത്. അപ്പോൾ ഒരു ടീച്ചറിൻ്റെ സാക്ഷ്യമാണ് ഞാൻ കേട്ടത്. ആ ടീച്ചർ പറഞ്ഞത് ടീച്ചർ 2-3 തവണ എക്സാം എഴുതി, കിട്ടിയില്ല. പിന്നെ ഒരു തവണ എക്സാം എഴുതി മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എക്സാം എഴുതി. അപ്പോൾ എക്സാം എഴുതി തിരിച്ചു വരുന്ന സമയത്ത് റീകോൾസ്, അതായത് ടീച്ചർമാർക്ക് ഇതിൻ്റെ ആൻസർ കീ ഒന്നും നമുക്ക് തരില്ല, പക്ഷേ ടീച്ചർമാരും കുട്ടികളും കൂടി ചേർന്ന് നമുക്ക് ഒരു ആൻസർ കീ രൂപത്തിൽ എന്തോ ഉണ്ടാക്കി അവർ രാത്രിയോ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും തരും. അപ്പം ഞാനും ആ സംഭവം ടീച്ചർ നോക്കിയില്ല. അപ്പം ഞാനത് കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു, ടീച്ചർ നോക്കിയില്ല, അപ്പം ഞാനും നോക്കിയില്ല, ഞാനും മാതാവിന് വിട്ടുകൊടുത്തു, മാതാവ് നോക്കട്ടെ. അപ്പം ഞാൻ അങ്ങനെ നോക്കില്ല എന്ന് വിട്ടുകൊടുത്തു. പക്ഷേ ഞാൻ നോക്കില്ല എന്ന് വിചാരിച്ച് രണ്ടാമത്തെ എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തി 2ാമത്തെ ദിവസം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരൻ വിളിച്ചേക്കാണ്, നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഞാൻ റീകോളൊക്കെ നോക്കി, എനിക്ക് ഇത്രയും മാർക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു, നിനക്ക് എത്രയും നീ പ്രതീക്ഷിക്കണേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ടില്ല. അപ്പം പുള്ളി ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറയാൻ തുടങ്ങി. അത് 2ാമത്തെ സെക്ഷനിൽ നിന്നാണ് പുള്ളി ഉത്തരങ്ങളൊക്കെ പറയുന്നത്. അതായത് അവനെ ഏതൊക്കെ തെറ്റിയിട്ടുണ്ടോ ആ ചോദ്യങ്ങൾ എന്നോട് പറയാം. ഞാൻ ശരിയാണെന്ന് വിചാരിച്ചിരുന്ന 2ാമത്തെ സെക്ഷനിൽ അവൻ പറയണ എല്ലാ സാധനം ഞാനും അവനും ഒരുമിച്ച് തെറ്റിച്ചേക്കാം. അപ്പോൾ ആ പ്രതീക്ഷയും പോയി. 1ാമത്തെ സെക്ഷൻ ഓൾറെഡി പോയേക്കാം, 2ാമത്തെ സെക്ഷൻ ഇത് കേട്ടപ്പോൾ അതും പോയി. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ ഞാൻ വാട്സാപ്പ് നോക്കല്ല, ഇൻസ്റ്റഗ്രാം നോക്കല്ല, സ്റ്റാറ്റസ് സ്റ്റോറി ഒന്നും നോക്കണ്ടായി. പിന്നെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്ത് ഇന്നലെ റിസൾട്ട് വന്നു. ആക്ച്വലി ഇന്നലെ ഉച്ചയ്ക്ക് 1:30-ക്കോ 1 മണിക്ക് അങ്ങാണ്ട് റിസൾട്ട് വന്നത്. ഞാൻ അറിഞ്ഞത് രാത്രി 1:30-ക്കാണ്. കാരണം ഞാൻ അതൊന്നും നോക്കണില്ലല്ലോ. രാത്രി 1:30 ആയപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു കൂട്ടുകാരത്തി എനിക്ക് മെസ്സേജ് അയച്ചേക്കാം, എങ്ങനെയുണ്ട് റിസൾട്ട്, നീ പാസ്സായോ? ഞാൻ പാസ്സായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ റിസൾട്ടോ എന്ത് റിസൾട്ട് ഞാനൊന്നും അറിഞ്ഞില്ല. പിന്നെ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ 1 മണിയായപ്പോൾ അങ്ങോട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ രാത്രി 1:30 ആയി, വീട്ടിലെല്ലാവരും ഓർക്കണം. ഞാനിങ്ങനെ മുങ്ങനെ പോലെ ഇരുന്നുകൊണ്ട് ഞാൻ അറിഞ്ഞു. അപ്പം ഞാൻ പോയി നേരെ ഓടി. എന്തിനാ? ആദ്യം പച്ചത്തിരിയും നീലത്തിരിയും എടുത്തു, കത്തിച്ചു, തൈലം പൂശി, ഫോണിൽ തൈലം പൂശി. പിന്നെ ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എന്താ മുമ്പ് മമ്മി അതിന് അടയാളം വെച്ചതുകൊണ്ടാണോ എന്തുകൊണ്ടെന്ന് അറിയില്ല, ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് എസ്തേറിൻ്റെ രാജ്ഞിപദമാണ്. അപ്പോൾ എൻ്റെ ഗ്രാജുവേഷൻ്റെ സമയത്തും കുറച്ച് ഇഷ്യൂസ് ഉണ്ടായപ്പോൾ മമ്മിക്ക് ഇതേ സെയിം ആണ് കിട്ടിയത്, എസ്തേറിൻ്റെ രാജ്ഞിപദം. അപ്പോൾ ഒരു പ്രതീക്ഷ, അപ്പം മിക്കവാറും മാതാവ് കൂടിയുണ്ട്, പാസ്സാവായിരിക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത്, ഞാൻ പറഞ്ഞത് 177-ഉം 187-ഉം ഇടയിലുള്ള മാർക്ക്. എനിക്ക് മാതാവ് തന്നത് 183 മാർക്ക്. ഞാൻ പറഞ്ഞ മാർക്ക്, ഞാൻ ഏതിൻ്റെ ഇടയിൽ വരണമെന്ന് പറഞ്ഞ മാർക്കോ അത് മാതാവ് എനിക്ക് തന്ന് എന്നെ ജയിപ്പിച്ചു. പിന്നെ പെർസെൻറ്റേജ് നോക്കിയപ്പോൾ, പാസിങ് പെർസെൻറ്റേജ് നോക്കിയപ്പോൾ ഭയങ്കര കുറവ്. എത്ര ഡിഫിക്കൽട്ടായിരുന്നു എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് എന്തോ പറയാനില്ല, ഒത്തിരി സന്തോഷം മാത്രമേ പറയാനുള്ളൂ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതിന് 100% എഫേർട്ട് ഇട്ടില്ലെങ്കിലും മാതാവ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, എൻ്റെ മെറിറ്റിൽ എനിക്ക് കിട്ടില്ല, മാതാവ് ഇറങ്ങി വന്ന് എനിക്ക് തന്നു. ഞങ്ങളുടെ വീട്ടിലും എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ, ഇവിടുന്ന് ഞാൻ പത്രം വാങ്ങി അന്ന് തന്നെ ഞാനും മമ്മിയും കൂടി എല്ലാ വീടുകളിലും വഴിയിലും നമ്മൾ അറിയാത്ത സ്ഥലത്തൊക്കെ പോയി നടന്ന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ എക്സാമിൻ്റെ സമയത്ത് ഇവിടുന്ന് കുഞ്ഞു കാശ് രൂപങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ എല്ലാവർക്കും എക്സാമിൻ്റെ സെൻറ്ററിൻ്റെ ചുറ്റുള്ളവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, പിന്നെ ഞങ്ങൾ ഒരു പള്ളി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് എക്സാം സെൻറ്ററിൻ്റെ അടുത്തുള്ള പള്ളി, സെൻറ്റ് ആൻസിൻ്റെ പള്ളിയാണ് ഞങ്ങൾ നോക്കി വെച്ചത്. പക്ഷേ എക്സാമിന് എന്നെ കയറ്റി വിട്ടിട്ട് അവർ ഓട്ടോറിക്ഷ കയറി പോയപ്പോൾ ഓട്ടോറിക്ഷക്കാരെ കൊണ്ടുവന്ന് വിട്ടത് മാതാവിൻ്റെ അവിടുത്തെ വലിയ പള്ളിയിലാണ് അവർ കൊണ്ടുവന്ന് വിട്ടത്, ഒരു വലിയ പള്ളി മാതാവിൻ്റെ. അപ്പോൾ അതൊക്കെ മാതാവിൻ്റെ ഒരു അടയാളമായിട്ടും ഇടപെടലായിട്ടും കാണുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞത്, എനിക്കങ്ങനെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൺലൈനായിട്ട് കുഞ്ഞു സംഭാവനകളാണ് ചെയ്യാറ്. പിന്നെ മമ്മിയുടെ ഒപ്പം പോയി ഇങ്ങനെ ഫുഡ് കൊടുക്കുകയും അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കാറുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. എല്ലാത്തിനും മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 37-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക,
അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജിപ്സാന ജിനി തൃശ്ശൂർ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. വളരെയേറെ സന്തോഷത്തോടും വ്യക്തതയോടും കൂടിയാണ് ജിപ്സാന തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക. FMG എന്ന എക്സാം എത്രമാത്രം കോമ്പറ്റീറ്റീവ് നിറഞ്ഞതാണെന്നും അത് എത്ര ശതമാനം പേര് പാസ്സായെന്നും അവരുടെ എണ്ണവയ്ക്ക് കൃത്യമായിട്ട് ഈ മകളുടെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഈ ഒരു വർഷത്തെ 12% വിജയം ലഭിച്ചതും 37,000 പേര് എഴുതിയിൽ 400 സംതിങ് പേര് പാസ്സായതും അതിലൊരാളാകുവാനായിട്ട് ഈ മകൾക്ക് സാധിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയോടുള്ള ഉടമ്പടി ജീവിതത്തോട് ചേർന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. അതുതന്നെയാണ് ഈ മകള് പൂർണ്ണമായിട്ടുള്ള ഉറച്ച വിശ്വാസം തന്നെ ഈ മകളുടെ വാക്കുകളിൽ നമുക്കത് മനസ്സിലാകുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ മനുഷ്യരുടെയും കളറുകളിലേക്ക് ഒരു അടയാളങ്ങളെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ മകളും ആഗ്രഹിച്ചത് ഒരു അടയാളം തന്നെയാണ്. എന്നാൽ മനുഷ്യരല്ലായിരുന്നെങ്കിലും അവിടെയുള്ള ചുറ്റുമുള്ള സാധന സാമഗ്രികളിൽ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അടയാളത്തെ തിരിച്ചറിയാനായിട്ട് ഈ മകൾക്ക് സാധിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഈ മകളുടെ കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം തനിക്ക് ഒരു മെറിറ്റില്ല എന്നും എന്നുള്ളൊരു ബോധ്യം അത് പരിശുദ്ധ അമ്മയുടെ കൃപയാലും ഈ മകൾക്ക് ലഭിച്ചതാണെന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ് ഈ മകൾക്ക് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് താൻ പാസ്സായ ഫസ്റ്റ് ടൈം തന്നെ പാസ്സാകുന്നുള്ള വലിയ ആഗ്രഹം പരിശുദ്ധ അമ്മ അത് നടത്തി കൊടുക്കുകയും ചെയ്തത്. അതുതന്നെയാണ് അൾത്താരയ്ക്ക് മുമ്പിൽ ഈ മകള് സാക്ഷ്യമായിട്ട് പറയുകയും ചെയ്യുന്നത്. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനി ഈ മകളെ ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെല്ലാവിധമായ നിയോഗങ്ങളിലും ആവശ്യങ്ങളും പരിശുദ്ധമ്മ നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം.